ബാഗ്ദാദ് നിവാസികൾക്കൊരറിയിപ്പ്. എന്തെന്നാൽ നാളെ ജമാഅത്തവൽ 16-ന് രോഷ്നി രാജകുമാരി സ്നാനമന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയാണ്. രാജകുമാരിയെ ആരും ദർശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാവരും കടകമ്പോളങ്ങൾ അടച്ച് അവരവരുടെ ഭവനങ്ങളിൽ കഴിയേണ്ടതാണ്. ഈ രാജശാസനത്തിനെതിരായി ആരെങ്കിലും തെരുവിൽ കണ്ടുപോയാൽ വിചാരണ കൂടാതെ അവരെ ശിരച്ഛേദം നടത്തുന്നതായിരിക്കും. രാജകുമാരി കുളിക്കാൻ പോകുന്നു. ഇതിനെന്താ ഇത്ര അതിശയം? രാജകുടുംബത്തിന്റെ ആചാരപ്രകാരം കൊല്ലത്തിലൊരിക്കൽ ജമാഅത്തുൽ 16-ന് രാജകുമാരി സ്നാനമന്ദിരത്തിൽ പോയി കുളിക്കണം. രാജകുമാരി കൊല്ലത്തിൽ ഒരിക്കലേ കുളിക്കുള്ളൂ? അതല്ല, രാജകുമാരി ജനിച്ച ദിവസമാണ് ജമാഅത്തുൽ 16. വിളംബരം കേട്ടല്ലോ. നാളെ ആരും പുറത്തിറങ്ങി പോകരുത് പറഞ്ഞേക്കാം. എന്താ പുറത്തിറങ്ങിയാല്? അത് തന്നെ. രാജകുമാരി ആരെങ്കിലും കണ്ട് മോഹിച്ചാലോ? അത്ര സൗന്ദര്യ. ചെറുപ്പത്തില് ഞാൻ രാജകുമാരിയുടെ ഉമ്മ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആര് കണ്ടാലും മോഹിച്ചു പോകും. അത്ര സൗന്ദര്യവതിയോ? നീ ഇതുവരെ എവിടെ ആയിരുന്നതാ? ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് എനക്ക് അറിഞ്ഞുകൂടെ? ഉമ്മ, ഞാൻ രാജകുമാരി കണ്ടു. എന്റെ മോനെ, രാജകുമാരി എത്ര സൗന്ദര്യമുള്ളവളാ. എന്റെ മോനെ, നീ പുറത്താരോടും പറയരുതേ. തല പോന്ന കാര്യമാ. ആരോടും പറയില്ല. പടച്ചോനെ, വല്ലവരും കണ്ടോ എന്തോ? ഖാലിദാൻ ദ്വീപിലെ സാഹസ്മാൻ രാജാവ് അങ്ങേക്ക് ഒരു സന്ദേശം വെച്ചിട്ടുണ്ട്. എന്താണ് വിശേഷം? അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹസൻ രാജകുമാരന് അങ്ങയുടെ പ്രിയപുത്രി റോഷ്നി രാജകുമാരിയെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. മുഹമ്മദ് ഹുസൈൻ, കുമാരിക്ക് വിവാഹപ്രായമായി ആലോചിക്കാവുന്ന കാര്യമാണ്. ഷാൻഷാ, കുമാരിയുടെ വിവാഹക്കാര്യത്തിൽ അങ്ങ് പെട്ടെന്നൊരു തീരുമാനമെടുക്കരുത്. കാരണം ഷാൻഷാ, ഇവിടെ നിന്നും ഖാലിദാൻ ദേശത്തേക്കുള്ള ദൂരം 42 ദിവസമാണ്. അതും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ. അത്രയും ദൂരം രാജകുമാരിയെ വിവാഹം ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേപ്പോലെ സ്നേഹസമ്പന്നനായ ഒരു പിതാവിന് സഹിക്കാൻ സാധ്യമല്ല. ശരിയാണ് മുഹമ്മദ് ഹുസൈൻ. എന്റെ മകളെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ സാധ്യമല്ല. ഈ ബാഗ്ദാദിൽ തന്നെ കുമാരിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ നമുക്ക് കഴിയും. കുമാരിയെ വിവാഹം കഴിക്കാൻ രാജകുടുംബം അല്ലെങ്കിലും അതുപോലെ പ്രശസ്തമായ കുടുംബം ബാഗ്ദാദിലുണ്ട്. മുഹമ്മദ് ഹുസൈൻ, നമുക്ക് മനസ്സിലാകുന്നില്ല. ഷാഹിൻ ഷാ, എന്റെ വാക്കുകൾ അവിവേകമെന്ന് അങ്ങ് കരുതരുത്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ രാജകുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കാൻ എന്റെ മകൻ കമറുദ്ദീൻ സർവദാ യോഗ്യനാണ്. മുഹമ്മദ് ഹുസൈൻ, കുമാരിയുടെ വിവാഹത്തെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ കമറുദ്ദീനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കമറുദ്ദീൻ ധീരനാണ്. ബാഗ്ദാദ് രാജ്യത്തിലെ കിരീടാവകാശത്തിന് സർവഥാ യോഗ്യനുമാണ്. എന്താ മൗലവി സാഹിബ് ഒന്നും ഉണ്ടാത്തത്? കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹം അങ്ങ് തീരുമാനിക്കാല്ലേ? വേണ്ട, ഇപ്പോൾ ഒന്നും തീരുമാനിക്കാൻ സമയമായിട്ടില്ല. മുഹമ്മദ് ഹുസൈൻ, ഇന്നുവരെ ഈ രാജ്യം മൗലവി സാഹിബിന്റെ അഭിപ്രായങ്ങൾ ആദരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹത്തെപ്പറ്റി നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്താ കുമാരി, എന്താ പറയൂ? എനിക്ക് വിവാഹാലോചന തുടങ്ങി. ആഹാ, അത് നല്ല കാര്യമല്ലേ. അതിനാണ് ഈ പരിഭവം. ഏത് രാജകുമാരനാ വരൻ? രാജകുമാരനല്ല, മന്ത്രികുമാരൻ കമറുദ്ദീൻ. കമറുദ്ദീനെ എനിക്കിഷ്ടമല്ല. ഞാൻ അയാളുടെ കൂടെ ജീവിക്കില്ല. ആലോചന മാത്രമേ ഉള്ളൂ. തീരുമാനിച്ചോ? ആലോചന അങ്ങനെ നടക്കുന്നു. അത് നടക്കില്ല കുമാരി, നടക്കില്ല. കുമാരിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അള്ളാഹു ഒരിക്കലും കൂട്ടുനിൽക്കില്ല. കുമാരി അത്ര നല്ലവളാണ്. ഞാൻ രാജാവിനോട് പറഞ്ഞ് എല്ലാം സമ്മതിപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് മൗലവി സാഹിബ് ഇടയ്ക്ക് ചാടി വീണ് എല്ലാം തകരാറിലാക്കി. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം അടുത്ത മാസം ഞാൻ നടത്തുമായിരുന്നു. നീ മൗലവി സാഹിബിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചോ?
ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ മൗലവി സാഹിബ് നിന്റെ കാര്യത്തിൽ ഇങ്ങനെ? അഹങ്കാരം. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ മൗലവി സാഹിബായിരിക്കും. മകനെ, നിന്റെ ഓരോ ചുവടുവയ്പും കരുതലുള്ളതായിരിക്കട്ടെ. ബാഗ്ദാദിലെ സിംഹാസനം ഒരു മൗലവി കാരണം നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മൗലവി മൗലവി നിങ്ങൾക്ക് നമ്മളെ പറ്റി വല്ല വിചാരമുണ്ടോ? നമ്മളോ? അതെ, ഈ വീട്ടിലുള്ളവരെ പറ്റി. നിങ്ങൾ നമ്മളെ കെട്ടിയോനാ, അതറിയോ? എടാ, കല്യാണം കഴിഞ്ഞ് 2 മക്കളായി. ഇപ്പോഴും നിനക്ക് സംശയമാണോ ഞാൻ നിന്റെ കെട്ടിയവനാണെന്നുള്ള കാര്യത്തിൽ? ആ, 2 കുട്ടികളുണ്ടല്ലോ. ഉണ്ട്. ഒരുത്തൻ അബൂബക്കർ, മറ്റവള് ദേവർ. ആ, ഇവളുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. അവൾക്കിപ്പോ വയസ്സ് എത്രയായി? അവക്കിപ്പൊ 17 കഴിഞ്ഞ് 18 നടപ്പാ. ഓ, നിങ്ങളുടെ ഒരു തമാശ. അവക്കൊരു നിക്കാഹ് കഴിക്കണ്ടേ? എന്റെ പൊന്ന ഐഷാവുമ്മ, അതിന് സമയവും കാലവും ഒക്കെ ഒന്ന് അടുത്ത് വരണ്ടേ? അവക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? മുഹമ്മദ് ഹുസൈൻ, നാം ഇന്ന് ദേശം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നു. ഖമറുദ്ദീനെ സേനാനായകനാക്കിയതിനു ശേഷം രാജ്യത്തിന്റെ സമാധാനം എങ്ങനെ ഇരിക്കുന്നു എന്നറിയണ്ടേ? ഏതായാലും പ്രച്ഛന്ന വേഷത്തിൽ നമുക്ക് പുറപ്പെടാം. കൽപ്പന പോലെ.